മാസപ്പടി കേസിൽ SFIO കുറ്റപത്രത്തിൽ സൂക്ഷ്മ പരിശോധന ഇന്ന് ആരംഭിക്കുമെന്ന് ഞങ്ങളുടെ ബ്യൂറോ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. എറണാകുളം സെഷൻസ് കോടതിയുടെ പരിഗണനയിലാണ് കേസ് ഇപ്പോൾ ഉള്ളത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ, എക്സാലോജി കമ്പനി, CMR ഉടമ ശശിധരൻ കർത്ത അടക്കമുള്ളവർക്ക് എതിരെയാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷെവീദ് റാവുത്ത് തത്സമയം ചേരുകയാണ് ബേപ്പൂരിലേക്ക്. ഷെവീദ്, വെൽക്കം ടു ബേപ്പൂർ. ബേപ്പൂരിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞാനിങ്ങനെ നടക്കുകയായിരുന്നു. നമുക്ക് വളരെ സുഖകരമായ കാഴ്ചകളും ദൃശ്യങ്ങളുമാണ് ബേപ്പൂർ സമ്മാനിക്കുന്നത്. അതോടൊപ്പം തന്നെ അത്ര സുഖകരമല്ലാത്ത വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്നും പറയാനുണ്ടല്ലോ. പറയൂ ഷെവീദ് റാവുത്തർ, ഒരിക്കൽ കൂടി സുപ്രഭാതം. വെരി ഗുഡ് മോർണിംഗ്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ അത്ര സുഖകരമായ വാർത്തയല്ല സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. മുഖ്യമന്ത്രിക്കും മകൾക്കും വലിയ തലവേദന ഉണ്ടാക്കുന്ന കുറച്ച് വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്നത്. ഇപ്പോൾ പുറത്തു വരുന്നത് മാസപ്പടി കേസിൽ SFIO കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന ഇന്ന് തുടങ്ങും എന്നുള്ളതാണ്. വിചാരണ കോടതിയായ എറണാകുളം സെഷൻസ് കോടതിയുടെ പരിഗണനയിലാണ് ഈ റിപ്പോർട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ, അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനി, CMRL കമ്പനി ഉടമ ശശിധരൻ കർത്ത അടക്കമുള്ളവർക്കെതിരെയാണ് SFIO കുറ്റപത്രം നൽകിയത്. സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കും. ഇതോടുകൂടി വളരെ നിർണായകമായ കോടതി നടപടികളിലേക്ക് കടക്കും. കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കുന്നതോടെ നടപടികൾക്ക് തുടക്കമാകും. വീണ വിജയൻ അടക്കമുള്ള പ്രതികൾക്ക് സമൻസ് അയക്കുന്നതാണ് ആദ്യ നടപടി. തുടർന്നാകും വിചാരണാ ഘട്ടത്തിലേക്ക് കടക്കുക. സമൻസിനെയും SFIO കുറ്റപത്രത്തെയും ചോദ്യം ചെയ്ത് വീണ വിജയൻ അടക്കമുള്ളവർക്ക് കോടതിയെ സമീപിക്കാനും കഴിയും. നമുക്കറിയാവുന്ന പോലെ SFIO ഡെപ്യൂട്ടി ഡയറക്ടർ M അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കൊച്ചിയിലെ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകിയിരുന്നത്. ഈ കുറ്റപത്രത്തിനൊപ്പമാണ് ശശിധരൻ കർത്തയുടെ വിവാദ ഡയറിയുടെ പകർപ്പുമുള്ളത്. 2019 ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം നടത്തിയ റെയ്ഡിലായിരുന്നു ഈ ഡയറി കിട്ടിയതും. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കും അടക്കം പൊതുപ്രവർത്തകർക്കും കോടിക്കണക്കിന് രൂപ കൈമാറിയതിന്റെ വിവരങ്ങൾ ഇതിലുണ്ട്. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് വീണ വിജയനും CMRLനും കുരുക്ക് മുറുകിയത്. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം മധുരയിൽ നിന്നടക്കം മുഖ്യമന്ത്രി ഈ മുതിർന്ന പാർട്ടി നേതാക്കളുടെ അടക്കം പ്രതികരണം നമ്മൾ കേട്ടതാണ്. പക്ഷേ പ്രതിപക്ഷം ഈ വിഷയത്തെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ രാജിയടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനോടകം തന്നെ പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധം കടുപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. SKN